സീമ വിനീത്, അദ്രിജ, നമസ്കാരം. ഇന്ന് BJP-യിലേക്ക് 15 പേർ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അംഗത്വം സ്വീകരിക്കാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പല വികസന പദ്ധതികളുടെയും പണം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള സൂചനകൾ അടക്കമാണ് പുറത്തുവരുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സീമാജി നായർ ഉൾപ്പെടെയുള്ള 15ഓളം ആളുകളാണ് BJP-യിലേക്ക് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. MP ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ അടക്കം ഇടപെടൽ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള സൂചനകളും പുറത്തുവരികയാണ്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് BJP-യിലേക്ക് മറ്റ് പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളുടെ പ്രവർത്തകരുടെ ഒഴുക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോ പാർട്ടിയിലേക്ക് ഇവിടെ ആദ്യം പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാനും ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിക്കാനും തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറെ വ്യക്തിത്വങ്ങളാണ്. ഇന്ന് ഈ വേദിയിൽ അവരെ നമ്മുടെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയാണ്. ഈ വേദിയിലുള്ളവരെ ഞാൻ പരിചയപ്പെടുത്താം. രാജീവേട്ടന്റെ കൂടെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ K. സോമൻ, സംസ്ഥാന സെക്രട്ടറി അഞ്ജന, കൂടാതെ ഈ കമ്മ്യൂണിറ്റിയെ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ പാർട്ടിക്കൊപ്പം നിൽക്കാൻ ഇവിടെ എത്തിച്ചിട്ടുള്ള പാർട്ടിയുടെ മഹാരാഷ്ട്ര കേരള സെല്ലിന്റെ കൺവീനർ ശ്രീ ഉത്തം കുമാർജി ഈ വേദിയിലുണ്ട്. കൂടാതെ സീമ വിനീത് പ്രസിദ്ധ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അദ്രിജ ഭരതനാട്യം നർത്തകിയാണ്. ശ്രീകുട്ടി നമിത ലിബർട്ടി ഫൗണ്ടേഷൻ ഫൗണ്ടറാണ്, സോഷ്യൽ വർക്കറാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീമ വിനീത്. അദ്രിജ. ശ്രീകുട്ടി നമിത. ഞാൻ പേര് വിളിക്കുന്നതനുസരിച്ച് വേദിയിലേക്ക് വന്ന് അംഗത്വം സ്വീകരിക്കണം. സ്നേഹ ജി, കൊല്ലത്ത് നിന്നുള്ളയാളാണ് സ്നേഹ. ഉണ്ണിമായ കൊല്ലം. ശ്രീദേവി എറണാകുളം. മണിക്കുട്ടി തിരുവനന്തപുരം. കല്ലു കല്യാണി എറണാകുളം. ഋതു നന്ദ കോട്ടയം. എലോഹിം അദ്രി കേരള ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. രഞ്ജിനി പിള്ള ലിബർട്ടി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ആണ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. ഗൗരി എസ് പിള്ള തിരുവനന്തപുരത്തു നിന്നുള്ള ആളാണ്. മീര മുരളി
എറണാകുളം. റീന, ദേവികുളം. ആദിലക്ഷ്മി മോഹൻ, വൈക്കം. അഖിൽ അച്യുത്, ആക്ടിവിസ്റ്റ് ആണ്, സോഷ്യൽ വർക്കർ. ഇത് കൂടാതെ 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇന്ന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നു, നമ്മുടെ പാർട്ടിയോടൊപ്പം ചേരുന്നു. ബീന ആന്റണി ടീച്ചറാണ്. ശ്രീമതി ബീന ആന്റണി സർവോദയ വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് ഫോർമർ എച്ച്ഒഡിയാണ്. ശ്രീമതി ബീന ആന്റണി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. TCS ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഫോർമർ സീനിയർ എക്സിക്യൂട്ടീവ് ശ്രീമതി ജയലക്ഷ്മി PT. TCS ഇവർ രണ്ടുപേരും അംഗത്വം സ്വീകരിച്ച് നമ്മോടൊപ്പം ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇല്ല, ഏറെ വർഷക്കാലമായിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനമായിരുന്നു, ആലോചിച്ച ശേഷം എടുത്തൊരു തീരുമാനമായിരുന്നു പാർട്ടിയിലേക്ക് എന്നുള്ളത്. കാരണം ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ഞാൻ കടന്നു വന്നിട്ടുള്ള വർഷങ്ങളാവട്ടെ, ഞാൻ ഇതുവരെ എന്റെ രാഷ്ട്രീയം എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വെച്ചാണ് ഞാൻ എന്റെ രാഷ്ട്രീയം പറയുന്നത്. അത് ഒരുപാട് ആലോചിച്ച ശേഷം എടുത്ത തീരുമാനം തന്നെയായിരുന്നു. തീരുമാനത്തിലേക്ക് എത്തിയത് നമ്മള് പറയില്ലേ, നമ്മൾ ഈക്വാലിറ്റി ആണെന്ന് പറയും, സ്ത്രീക്കും പുരുഷനും ഈക്വാലിറ്റി ആണ്. അതുപോലെ തന്നെ ഞങ്ങൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഏതൊരു മനുഷ്യനെയും പോലെ ഈക്വാലിറ്റി അർഹിക്കുന്നവരാണ് ട്രാൻസ് പീപ്പിൾസും. അതുപോലെ നമുക്ക് ഈക്വാലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്, അത് ഏത് മേഖലയിലാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാരതീയ സംസ്കാരം കൈവിടാതെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, നമ്മളെ മുന്നോട്ട് ദൃഢവിശ്വാസത്തോടെ നമ്മുടെ സംസ്കാരം എങ്ങും എവിടെയും ഒരു കളങ്കപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ജനനായകനാണ് നമ്മുടെ ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടുകൂടി തന്നെയാണ് ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തത് BJP-യിലേക്ക് എന്നുള്ളത്. അതെ, ഞാൻ അതിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് ഇപ്പോ BJP-യിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി സാറ്, പുള്ളിക്കാരൻ ഒരുപാട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പ്രവർത്തനത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ സർജറിക്ക് വേണ്ടിയിട്ടാവട്ടെ, അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ശരിക്കും ഒരു സന്തോഷപൂർവമായ കാര്യമാണ്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർജി, പുള്ളിക്കാരനാണ് നമ്മുടെ വികസിത ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു കാരണം തന്നെയാണ് BJP-യിലേക്ക് എന്നുള്ളത്. എല്ലായ്പ്പോഴും BJP തന്നെയായിരുന്നു. കാരണം 8ാമത്തെ വയസ്സിൽ ബാലഗോകുലത്തിൽ തുടങ്ങി പിന്നീട് RSSലേക്കും പിന്നീട് കോളേജ് രാഷ്ട്രീയത്തിൽ ABVP-യിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. യൂണിയനിൽ മത്സരിച്ചിട്ടുണ്ട്. പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഊന്നി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവേശനം. കമ്മ്യൂണിറ്റിക്ക് ഒരു സപ്പോർട്ടാകും എന്നുള്ളതാണ് പറയുന്ന സാഹചര്യം. സപ്പോർട്ടാകും എന്ന ഒരു പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വർഷവും ബഡ്ജറ്റിൽ കോടികൾ വകയിരുത്തുകയും പിന്നീട് അതിൽ നിന്ന് വളരെ ചെറിയൊരു ശതമാനം മാത്രം ചെലവാക്കുന്നു എന്ന വ്യാജേന ചെലവാക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അവിടെയാണ് BJP-യുടെ MP ശ്രീ സുരേഷ് ഗോപി സാർ തൻ്റെതായ ഫണ്ടിൽ നിന്ന് എത്രയോ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വേണ്ടി സർജറി നടത്തി കൊടുക്കുകയുണ്ടായി. തുടർന്ന് അതൊരു സൈക്കിൾ പോലെ അത് വീണ്ടും നടക്കേണ്ട ഒരു ഘട്ടത്തിൽ അതിന്റെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാതെ ഗവൺമെന്റ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ആ ഒരു സൈക്കിൾ അവിടെ നിന്നു പോവുകയാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സർക്കാർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് BJP പോലെ ഒരു പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ശബ്ദമുയർത്തുകയും ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബജറ്റിൽ ഈ പറയുന്നത് പോലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ
വകയിരുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്ന് ഇപ്പം മനസ്സിലാക്കാൻ. ഉറപ്പായും ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. മുന്നിലേക്ക് പോകുമ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ BJP ലക്ഷ്യമിടുന്നുണ്ട്. അത് നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. എത്ര പേരാണ് ഇന്നിപ്പോ ജോയിൻ ചെയ്യുന്നത്? ഇന്നിപ്പോ 15 പേരാണ് ഇന്നിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനിയും പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം, തീർച്ചയായും.